ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപനിഷത് ഭാഷ്യ പഠനത്തിൽ ഛാന്ദോഗ്യോപനിഷത് ഭാഷ്യം പൂർത്തിയാക്കി. ക്രമപ്രകാരം ബൃഹദാരണ്യക ഉപനിഷത്ത് ഭാഷ്യം ആരംഭിക്കുകയാണ് വേണ്ടത്. ഓരോ ശാഖയ്ക്കും ഒന്നെന്ന തോതിൽ ആകെ 1100 ചില്ലുവാൻ ഉപനിഷത്തുക്കൾ ഉണ്ടായിരുന്നു. ചില്ലുവാൻ എന്ന് പറയാൻ കാരണം മുക്തികോപനിഷത്ത് പക്ഷത്തിനനുസരിച്ച് 1180 വേദശാഖകളാണ്. പാണിനീയ സൂത്രങ്ങളുടെ മഹാഭാഷ്യം രചിച്ച ഭഗവാൻ പതഞ്ജലി മഹർഷി 1129 ശാഖകളെയാണ് പറയുന്നത്. ഒരു 51 ശാഖകളുടെ എണ്ണ വ്യത്യാസമുണ്ട്. ഏതായാലും 1100 ചൊല്ലാൻ എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല. അപ്പോൾ ഓരോ ശാഖയ്ക്കും ഒന്നെന്ന തോതിൽ പറയുമ്പോൾ 1180ഓളം ഉപനിഷത്തുക്കൾ ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ 108 എണ്ണമാണ്. സർവോപനിഷദാം മധ്യേ സാരമഷ്ടോത്തരം ശതം. മുക്തികോപനിഷത്ത് പറയുന്നതാണ്. എല്ലാ ഉപനിഷത്തുക്കളുടെയും കൂട്ടത്തിൽ സാരഭൂതമായത് 108 എണ്ണമാണെന്ന്. ആ 108 വെച്ച് പ്രധാനമായത് 10 എണ്ണമാണ്. 10 ഈ പറഞ്ഞ 10 ഉപനിഷത്തുക്കളെ ചേർത്തിട്ടാണ് ദശോപനിഷത്തെന്ന് ഏകവചനത്തിൽ പറയാറ്. അതിൽ ശുക്ല യജുർവേദീയമായ ഈശാവാസ്യോപനിഷത്ത്, സാമവേദീയമായ കേനോപനിഷത്ത്, കൃഷ്ണ യജുർവേദീയമായ കഠോപനിഷത്ത്, അഥർവവേദീയങ്ങളായ പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, കൃഷ്ണ യജുർവേദീയമായ തൈത്തിരീയോപനിഷത്ത്, ഋഗ്വേദീയമായ ഐതരേയോപനിഷത്ത്, സാമവേദീയമായ ഛാന്ദോഗ്യോപനിഷത്ത്. ഇത്രയുമാണ് പഠിച്ചത്. അന്ന് പഠനം ആരംഭിച്ചപ്പോൾ എത്ര പേരുണ്ടെന്നല്ല, ആരും ഇല്ല എന്നാ തോന്നുന്നത്. ഈ കൂട്ടത്തിൽ ആരംഭിച്ചപ്പോൾ ആരും തന്നെ ഇല്ല എന്നാണ് അഭിപ്രായം. ഇല്ല. 91 ആണ് വേദാന്ത ക്ലാസ് കുളത്തൂരിൽ ആരംഭിച്ചത്, അവിടെ ക്ഷേത്രത്തിൽ. അതിൻ്റെ തുടർച്ചയായിട്ട് പോരുകയാണത്. അപ്പോൾ 35 വർഷങ്ങളായി. 1-2 ക്ലാസ്സുകളൊക്കെ ഒഴിവായിട്ടുണ്ടാവും. അല്ല, 1-2 അല്ല, കൊറോണ കാലത്ത് ഏകദേശം 1.5 കൊല്ലം ഒഴിവായിട്ടുണ്ടാവും. അത് കൂടാതെ 1, 2, 3 എണ്ണമൊക്കെ ഒഴിവായിട്ടുണ്ടാവും. ഏതായാലും ഈശം മുതൽ ഛാന്ദോഗ്യമടക്കമുള്ള 9 ഉപനിഷത്തുക്കളുടെ ഭാഷ്യങ്ങൾ പഠിച്ചു. ആദ്യകാലത്ത് റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല.
പിന്നെ റെക്കോർഡ് ചെയ്തു, അതിൻ്റെ കാസറ്റൊക്കെ പോയി. പിന്നെ എപ്പോഴാണ് ഇത് റെക്കോർഡ് ചെയ്ത് ശേഖരിക്കുന്ന സംവിധാനമൊക്കെ ആരംഭിച്ചത്? അത് ഏത് മുതലുണ്ട് എന്നൊന്നും അറിയില്ല. ശാന്തോക്യം തുടക്കം തൊട്ടുണ്ടോ? ഇല്ല, പകുതി നടക്കും. ശരി, ഏതായാലും നമ്മൾ ബൃഹദാരണ്യകം ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുക്ല യജുർവേദീയമാണ് ബൃഹദാരണ്യകം. ശുക്ല യജുർവേദീയമായ ബ്രാഹ്മണമാണ് ശതപഥ ബ്രാഹ്മണം. അത് വാചസ്പേയി സംഹിത, വാചസ്പേയിൽപ്പെട്ടതാണ്. ആ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ 3-ാം അധ്യായം മുതൽക്കുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. ഇപ്പൊ ശതപഥ ബ്രാഹ്മണത്തിന് മൊത്തം 8 അധ്യായങ്ങളാണുള്ളത്. അതിൽ 3, 4, 5, 6, 7, 8 എന്നീ 6 അധ്യായങ്ങൾക്കാണ് ബൃഹദാരണ്യകോപനിഷത്ത് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ബൃഹത്താണ്. ദശോപനിഷത്തിൽ ഏറ്റവും വലുതാണ്. ഇത് ആരണ്യകത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് ശതപഥ ബ്രാഹ്മണത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ആരണ്യക ഭാഗമാണ്. അതുകൊണ്ട് ബൃഹദാരണ്യകം എന്ന് പേര്. ബൃഹത്തായ ആരണ്യകത്തിൻ്റെ അംഗമായി വരുന്നത് കൊണ്ട് ബൃഹദാരണ്യകം എന്ന് പേര്. ഇതിൽ വാസ്തവത്തിൽ ഉപനിഷത്തിലെ ഉപനിഷത്ത് ഒരു 3-ാം അധ്യായത്തിന് അങ്ങോട്ടേ ഉള്ളൂ. ആരംഭം കർമ്മകാണ്ഡത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാ. ഇപ്പൊ കർമ്മകാണ്ഡത്തിൽ നിന്ന് ജ്ഞാനകാണ്ഡത്തിലേക്കുള്ള ഒരു പരിണാമം അത് നമുക്കിവിടെ ശരിക്ക് കാണാൻ കഴിയും ഈ ബൃഹദാരണ്യക ഉപനിഷത്തിൽ. പ്രധാനപ്പെട്ടതെന്ന് പറയപ്പെടുന്ന 10 ഉപനിഷത്തുക്കൾക്കുമാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം രചിക്കുന്നത് ആദ്യം. പിന്നീട് ചില ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം രചിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ശാങ്കരങ്ങളല്ലെന്നും പറയുന്നുണ്ട്. നമുക്കറിയില്ല, തർക്കവിതർക്കങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. ഉദാഹരണത്തിന് ശ്വേതാശ്വതര ഉപനിഷത്ത്, മഹാനാരായണ ഉപനിഷത്ത്, മണ്ഡല ബ്രാഹ്മണ ഉപനിഷത്ത് എന്നിവയ്ക്ക് ഭാഷ്യം രചിച്ചു എന്ന് പക്ഷമുണ്ട്. അവയ്ക്കെന്തായാലും ശങ്കരഭാഷ്യം എന്നുള്ള പേരിൽ ഭാഷ്യം ലഭിക്കുന്നുണ്ട്. അവർക്ക് ആരാ എന്താണെന്നൊന്നും അറിയില്ല. ശൈലി നോക്കിക്കഴിഞ്ഞാൽ ശ്വേതാശ്വതര ഉപനിഷത്തിൻ്റെ ഭാഷ്യവും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യവും ഏറെക്കുറെ ഒരു ശൈലിയാണ് തോന്നുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യ ഒരാളാണ് എഴുതിയത് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഭാഷ്യകാരൻ നമ്മുടെ ഒരു ശൈലിയിൽ നമ്മളെടുക്കുന്ന നിലപാടുകൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കും. പറഞ്ഞ വ്യക്തമെന്ന് വിചാരിക്കുന്നു. അതായത് ഏതെങ്കിലും 1, 2, 3 ഗ്രന്ഥം എടുത്ത് പരിശോധിച്ച് ആ ഒരു ഭാഷ തന്നെ മറ്റിടത്ത് പ്രതീക്ഷിച്ചാൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് നമുക്ക് ഇത്രയേ സാധിക്കൂ, തലമുറകളായി ഭാഷ്യകാരൻ്റെ കൃതികൾ എന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളവയെ അപ്രകാരം സ്വീകരിക്കുക എന്നേ നമുക്ക് പറ്റൂ, അല്ലാതെ പറ്റില്ല. ആ തർക്കത്തിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. കാരണം 10 ഉപനിഷത്തുക്കളുടെ സംബന്ധിച്ച് ആർക്കും തർക്കം ഇല്ല. ആ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഷ്യമാണ്
ഈ ബൃഹദാരണ്യകോപനിഷത്തിൽ നമുക്ക് ലഭിക്കുക. ഉപനിഷത്ത് പഠനത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ശാന്തിമന്ത്രം സ്മരിക്കുന്നത് സമ്പ്രദായമാണ്. ഇതിനകം എല്ലാ ഉപനിഷത്തുക്കളും നമ്മൾ അങ്ങനെയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. ഇതിൽ പലരും ഒരു പകുതിയോളം വരുമ്പം കയറിയവരുണ്ടാവും, മുക്കാലിൽ കയറിയവരുണ്ടാവും, ഒരുപക്ഷെ കാൽഭാഗത്ത് കയറിയ ആൾക്കാരും കണ്ടെന്നിരിക്കും. പറയാൻ വയ്യ ആരൊക്കെയാണ്. അത് വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുക, അത്രയേ ഉള്ളൂ ഇല്ലേ? വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുക. നടുവിന്ന് കയറും, നടുവ് തന്നെ ഇറങ്ങും, ചിലർ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, ചിലർ കുറേ പോവും. അങ്ങനെയൊക്കെയാണ് എല്ലാവരും. ഇപ്പോൾ ഭാരതത്തിൽ ഇപ്പോൾ ഓടുന്നതിൽ വലിയ വണ്ടി ഏതാ? വിവേക് എക്സ്പ്രസ്. വിവേക് എക്സ്പ്രസ്സാണ്. കന്യാകുമാരി മുതൽ ഡിബ്രുഗർ വരെ. അതാണ് ഏറ്റവും നീണ്ട പാത. അതിൽ കന്യാകുമാരിയിൽ നിന്ന് ഡിബ്രുഗർ പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ചിലപ്പോൾ ഒരാളെങ്ങാണ്ട് കണ്ടേക്കും, ഒന്നോ രണ്ടോ പേര് കണ്ടേക്കും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള തിരുവനന്തപുരത്ത് കയറും, കൊല്ലത്തിറങ്ങും, തിരുവനന്തപുരത്ത് കയറും, മംഗലാപുരത്ത് ഇറങ്ങും, അങ്ങനെ പോവും. അതുപോലെ ഇതും. എത്ര പ്രാവശ്യം ഡ്രൈവർമാർ മാറും, ഡ്രൈവറും മാറും. കാറ്റ് പോയാൽ മാറുക തന്നെ. കേൾക്കുന്ന ആൾക്കാർ മാറും, പറയുന്ന ആൾക്കാർ മാറും. ക്ലാസ് മുന്നോട്ട് പോകണം. എവിടെ നിൽക്കണോ അവിടെ തുടരണം. അല്ലാണ്ട് അയാൾ ചത്തുപോയി എന്നും പറഞ്ഞ് കരഞ്ഞിരുന്നാൽ പറ്റില്ല. അപ്പുറം ഏറ്റെടുക്കണം. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ കാറ്റ് പോകുന്നത് എങ്കിൽ മാറ്റിയിരുത്തിയിട്ട് ക്ലാസ് തുടരണം. അതാ വേണ്ട. അതാണ് വേദാന്തം ഉൾക്കൊണ്ടാലുള്ള കർത്തവ്യം. അല്ലേ? എന്താ അഭിപ്രായം? അല്ലാണ്ട് സ്വാമി ചത്തുപോയി എന്നും പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമുള്ള? പോയ ആൾ പോയി. അപ്പം മാറ്റിയിരുത്തിയിട്ട് ഇയാൾ അടുത്ത ആൾ പറയണം. അതായത് പാഠം മുടങ്ങരുത് എന്നർത്ഥം. അപ്പോഴേ ആശ്രമമായിട്ട് മുന്നോട്ട് പോകും. ഇരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം ശുക്ലയജുർവേദീയമായ എല്ലാ ഉപനിഷത്തുക്കൾക്കും ശാന്തി മന്ദിരം പൂർണ്ണമദ പൂർണ്ണമിതം എന്നതാണ്. ഓരോ വേദവിഭാഗത്തിനും ഒന്നെന്ന തോതിൽ ശാന്തി മന്ത്രം പഠിക്കേണ്ടതാണ്. വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം എന്ന് തുടങ്ങുന്നത് ഋഗ്വേദീയം. ഇപ്പോൾ ദശോപനിഷത്തിൽ ഐതരേയോപനിഷത്ത് പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ സഹനാവവത് സഹനൗ ഭുനക്തു എന്നിത്യാദി കൃഷ്ണയജുർവേദീയം. കഠോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്. അതിൽ തന്നെ തൈത്തിരീയോപനിഷത്തിൻ്റെ ശിക്ഷാവല്ലിക്ക് മാത്രമായിട്ട് ശന്നോ മിത്രശം വരുണ ഇത്യാദി. പിന്നെ സാമവേദീയമായിട്ട് ആപ്യായന്തു മമാങ്കാനി കേനോപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത്. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്നിത്യാദി അഥർവവേദീയം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം തുടങ്ങിയവ. ഇങ്ങനെയാണ് 10 ശാന്തി പാഠങ്ങൾ. അതിൽ ശുക്ലയജുർവേദീയമായത് പൂർണ്ണമദ പൂർണ്ണമിതം. എല്ലാ ശാന്തി മന്ത്രങ്ങളും പോലെ പ്രണവത്തോടു കൂടി ആരംഭിക്കുന്നു. ഓം.
ഓം എന്നുള്ളത് മംഗളാചരണമാണ്. ഏറ്റവും വലിയ മംഗളോച്ചാരണമായിട്ടാണ് പ്രണവത്തെ നമ്മൾ മാനിക്കുന്നത്. വൃദ്ധന്മാരെ പറഞ്ഞു പോരുന്നതാണ്. ഓങ്കാരശ്ചാധ ശബ്ദശ്ച ദ്വാവേതൗ ബ്രഹ്മണ പുരാ കണ്ഠം ഭിത്വാ വിനിർയാതൗ തസ്മാൻ മാംഗളികാവുഭൗ എന്ന്. ഓം എന്നുള്ളതും അധ എന്നുള്ളതും വേദത്തിൻ്റെ ആദ്യോച്ചാരണങ്ങളാണ്. അവ ബ്രഹ്മാവിൻ്റെ കണ്ഠം ഭേദിച്ച് പുറത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് ആ രണ്ടെണ്ണം മംഗളവാചികളായിട്ടാണ് മാനിക്കപ്പെടുന്നത് എന്ന്. വേദസാരമാണ് ഓങ്കാരം. ഏത് ആശയത്തെ പറയാനാണോ വേദം ആരംഭിച്ച് വ്യാപിച്ചിട്ടുള്ളത്, ആ സാരഭൂതമായ ഉപദേശമാണ് ഓങ്കാരം നൽകുന്നത്. സർവേ വേദ യത്പദമാമനന്തി തുടങ്ങിയ മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. കഠോപനിഷത്ത് പറയുന്നുണ്ട്, സർവേ വേദാഹ യത്പദമാമനന്തി തപാംസി സർവാണി ച യദ് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത്. എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെയാണോ വിശദീകരിക്കുന്നത്, എല്ലാ തപസ്സുകളും എന്തിനെയാണോ ലക്ഷ്യമായി പറയുന്നത്, ബ്രഹ്മചര്യാദി സാധനകളെല്ലാം എന്തിനെ പ്രാപിക്കാനാണോ, അതിന് ഞാൻ ചുരുക്കമായി പറഞ്ഞു തരാം. ഓം എന്നുള്ളതാണത്. മനുഷ്യന് ഉച്ചരിക്കാവുന്ന സർവ്വശബ്ദങ്ങളുടെയും ഏക പ്രതിനിധി ഓങ്കാരമാണ്. അതുപോലെ വേറൊരു ശബ്ദമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ശബ്ദസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കണം. ശബ്ദസ്ഥാനങ്ങൾ കണ്ഠം മുതൽ ഓഷ്ഠം വരെയാണ്. ഇനി മുകൾ ഭാഗത്താകട്ടെ നാസിക അടക്കമാണ്. അകാരം, ഉകാരം, മകാരം എന്നിവ ചേർന്നിട്ടാണ് ഓം. കണ്ഠം ആ, ഓഷ്ഠം ഉ, ഓഷ്ഠയുക്തമായ നാസിക മോ. അപ്പോൾ ഈ ഒരു പരിധിക്കുള്ളിൽ നിന്നാണ് മനുഷ്യൻ എല്ലാ ശബ്ദങ്ങളെയും പുറപ്പെടുവിപ്പിക്കുന്നത്. അതിന് മുഴുവൻ പ്രതിനിധിയാണ് ഓങ്കാരം. ഇനി അർത്ഥചിന്തനം ചെയ്താൽ ഓം ഇതി ബ്രഹ്മ. ശ്രുതി തന്നെ പറയുന്നത് ഓം എന്നുള്ളത് ബ്രഹ്മമാണ്, ബ്രഹ്മസൂചകമാണ്, ബ്രഹ്മനാമമാണ്. ഓം തത് സതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത. ഓർമ്മിക്കുക. ഇനി അതിനെ തന്നെ മുറിച്ചർത്ഥം ചിന്തിച്ചാൽ ആ ഉ മ. ആ ഒരു മാത്രയാണ്, ഉ ഒരു മാത്രയാണ്, മ അർദ്ധമാത്രയാണ്. അതിനുശേഷം അവാച്യമായ ധ്വനി തരംഗങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഓങ്കാരം വരുന്നത്. ആ അവാച്യമായ ധ്വനി തരംഗങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം: ബിന്ദു, നാദം, കല. അപ്പം അതിൽ ഇവയുടെ അർത്ഥം വിചാരം ചെയ്ത് കഴിഞ്ഞാൽ ജാഗ്രസ്വപ്ന സുഷുപ്തികളാവട്ടെ, സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാവട്ടെ, വിശ്വതൈജസ പ്രാജ്ഞന്മാരാവട്ടെ, ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരാകട്ടെ, ഊർധ്വമധ്യമധോ ലോകങ്ങളാവട്ടെ, എന്തെല്ലാം തൃത്വങ്ങളുണ്ടോ അത് മുഴുവൻ ഉൾപ്പെടും. അവയ്ക്കുപരിയുള്ള മൂന്നിനെ അതിക്രമിച്ച് നിൽക്കുന്ന പാരമാർത്ഥികമായ സത്യത്തെ അവാച്യമായ ധ്വനി തരംഗങ്ങളെ കൊണ്ടും പറയും. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയേണ്ടുന്ന സകലത്തെയും ബോധിപ്പിക്കുന്നതാണ് ഓംകാരം. അതുകൊണ്ട് ശരിക്കിത് ഔപനിഷദമായ വിഷയം തന്നെയാണ് ഓംകാരം. ഉപനിഷത്ത് എന്താണോ പറയണത്, ഉപദേശിക്കണം, അത് തന്നെയാണ് ഓംകാരം. ആ ഓംകാരത്തോടു കൂടി ആരംഭിക്കുന്നു. ഓം പൂർണ്ണമദ. അദഹ പൂർണ്ണം. അത് പൂർണ്ണമാണ്. അത് എന്താണോ സാധകൻ അന്വേഷിക്കുന്നത്, ഏതൊരു സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി
ഈ വേദാന്ത തത്വാനുസന്ധാനത്തിലേക്ക് എത്തിയോ, ഗുരുശാസ്ത്ര സമ്പ്രദായങ്ങളെ സ്വീകരിച്ചുവോ, ആ പരമസത്യം അത് സർവജഗത് കാരണമായി നിലകൊള്ളുന്ന, സർവജഗത് അധിഷ്ഠാനമായി നിലകൊള്ളുന്ന പരമസത്യം അത് പൂർണ്ണമാണ്. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതിയില്ലാത്തതാണ്. അതാണല്ലോ പൂർണ്ണ ശബ്ദാർത്ഥം. ദേശകാല വസ്തു പരിമിതിരഹിതമാണ്. അവിടെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്, പൂർണ്ണമാണെങ്കിൽ പിന്നെ ഇതിനെ അതെന്ന് പറഞ്ഞത്? കാരണം അതെന്ന് പറയുന്നിടത്തൊക്കെ ഇതും ഉണ്ടാവില്ലേ? അത് ഇത് എന്ന ഭേദമുണ്ടെങ്കിൽ പൂർണ്ണമാണോ? ചോദ്യം. അപ്പോഴാണ് പറയുന്നത്, അന്വേഷകന്റെ തലത്തിൽ ഇരുന്നു കൊണ്ട് പ്രയോഗിക്കുന്ന ശബ്ദമാണത്. സത്യജിജ്ഞാസുവായ ആള് തന്നിൽ നിന്ന് ഭിന്നമായി സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതുതന്നെയാണ് തന്നാൽ ജിജ്ഞാസ്യമായത്. തനിക്ക് ചുറ്റും സർവപ്രപഞ്ചത്തെയും താൻ കാണുമ്പോൾ അതിനൊരു കാരണവും അധിഷ്ഠാനവും വേണം എന്നുള്ളതിൽ സന്ദേഹമൊന്നുമില്ല, അതുതന്നെയാണ്. അപ്പോഴാണ് അത് പൂർണ്ണമാണെന്ന് പറയുന്നത്. പൂർണ്ണമായാൽ പിന്നെ അത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഉപചാരമാണ്. എന്നാൽ സാധകൻ്റെ തലത്തിൽ, ശിഷ്യൻ്റെ തലത്തിൽ, അനുസന്ധാനത്തിൻ്റെ തലത്തിൽ അത് ഇത് എന്നതുണ്ട്. കാരണം ഞാൻ ജീവിക്കുന്ന ലോകം, എന്നിലെ ജീവഭാവം, ജഗത്ത്, ജീവൻ, ഇതൊക്കെ ഉണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ജഗത്ത്, ജീവൻ, ശിഷ്യൻ, ഗുരു, വക്താവ്, ശ്രോതാവ്, ഇങ്ങനെ ഭേദങ്ങളോടുകൂടി ഇരിക്കുന്ന തലത്തിൽ അതുണ്ട്, ഇതുണ്ട്. വെറുതെ സിദ്ധാന്തം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്വാനുഭവയുക്തമല്ലാത്ത സിദ്ധാന്തം ആത്യന്തികമല്ല. അതുകൊണ്ട് അത് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമാണ്. പൂർണ്ണമിതം, ഇത് പൂർണ്ണമാണ്. ഈ ജീവൻ, ഈ ജഗത്ത്, ഇതൊക്കെയാണല്ലോ ഈ അന്വേഷകനായ ഞാൻ, ഈ ജിജ്ഞാസുവായ, ഈ സാധകനായ, ഈ വിദ്യാർത്ഥിയായ എന്നൊക്കെ പറയാം. ഇത് പൂർണ്ണമാണ്. ഇവിടെ നമ്മൾ ഉപാധിഗതമായ ബുദ്ധിയോടുകൂടി ഇത് അപൂർണമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ പരമാർത്ഥത്തിൽ ഇത് പൂർണ്ണം തന്നെയാണ്. അപ്പം നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്. അത് ഇത് എന്ന ഭേദത്തോടു കൂടിയുള്ളത് ഒരിക്കലും പൂർണ്ണമാവില്ലല്ലോ. അപ്പം പറയാണ് വ്യാവഹാരികമായത്. അത് ഇത് എന്ന ഭേദത്തോടു കൂടിയാളുടെ തലത്തിലേക്ക് ചെന്ന് അത് ഇത് എന്ന ഭേദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും ഇതും ലക്ഷണം കൊണ്ട് പൂർണ്ണമാണെന്ന് പറഞ്ഞത്. ദേശകാല വസ്തു പരിമിതിരഹിതമാണ്. അപ്പം അവിടെ അത് ഇത് പോയി. ആദ്യം പറഞ്ഞ അത് ഇത് എന്നത് പോയി. പിന്നെ ഒരു സംശയം വന്നോ, അപ്പോൾ ഈ ജഗത് പ്രതീതിയോ? പ്രാതീതികമായ ജഗത്ത് ഉണ്ടല്ലോ, ഉണ്ട്. അതോ പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉദ്ഗമിക്കുന്നു, ആവിർഭവിക്കുന്നു. പൂർണ്ണത്തിൽ നിന്ന് അപൂർണം ആവിർഭവിക്കുകയല്ല,
പൂർണ്ണത്തിൽ നിന്ന് അപൂർണമുദ്ഭവിക്കുകയല്ല, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുദ്ഗമിക്കുന്നു. സ്വാഭാവികമായ ഭാവങ്ങൾ നമ്മളതിൽ കൽപ്പിക്കുമ്പോൾ അപൂർണതാഭ്രമമൊക്കെ വരും. അതെല്ലാം ഉപാധിയുടെ തലത്തിൽ മാത്രമാണ്. മഞ്ഞ, നീല, പച്ച, ചുവപ്പ് തുടങ്ങിയ കണ്ണാടികളിൽ വർണ്ണരഹിതനായ സൂര്യൻ പ്രതിബിംബിക്കുമ്പോൾ ആ പ്രതിബിംബിത സൂര്യന്മാർക്കും മഞ്ഞ, ചുവപ്പ്, നീല, പച്ച തുടങ്ങിയ വർണ്ണങ്ങളുണ്ടാവും. എന്നാൽ അവ കൽപ്പിക്കുന്ന ഭേദങ്ങൾ പരമാർത്ഥത്തിലുള്ളതല്ല. അത് വ്യാവഹാരികമായുള്ള പ്രതിഫലിത സൂര്യനിൽ മാത്രമുള്ളതാണ്. ഇതുപോലെ നമ്മൾ കറുപ്പ്, വെളുപ്പ്, തടിച്ചിട്ട് മെലിഞ്ഞിട്ട്, ആണ് പെണ്ണ്, ചെറുത് വലുത്, ഇങ്ങനെയൊക്കെ പല ഭേദങ്ങളും നമ്മൾ കൽപ്പിക്കുകയാണ്. ഈ അപൂർണതാ ഭ്രമങ്ങളും കൽപ്പിത ഭേദങ്ങളും കേവലം ഉപാധിതലത്തിൽ മാത്രമേയുള്ളൂ, കേവല ചൈതന്യത്തിലില്ല. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുദ്ഗമിക്കുന്നു. എന്നാൽ അപ്രകാരം വന്നതുകൊണ്ട് ഒരു ന്യൂനതയും പൂർണ്ണത്തിൽ ഉണ്ടാകുന്നില്ല. പൂർണ്ണസ്യ പൂർണ്ണമാദായ, പൂർണ്ണത്തിൻ്റെ പൂർണ്ണത്തെ എടുത്താൽ പൂർണ്ണമേവ അവശിഷ്യതേ, പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. ഈ ജഗത്ത് മുഴുവൻ പ്രതീതമായാലും എത്രായിരം പ്രതിഫലിത സൂര്യന്മാർ കൽപ്പിക്കപ്പെട്ടാലും ബിംബസൂര്യനിൽ ഒരു കൂടുതലും വരുന്നില്ല, കുറവും വരുന്നില്ല. ഏതൊക്കെ ജീവഭാവങ്ങൾ ഉപാധിയുടെ തലത്തിൽ ആവിർഭവിച്ചാലും തിരോഭവിച്ചാലും പാരമാർത്ഥിക സത്യത്തിൽ ഒരേറ്റക്കുറവും വരുന്നില്ല. അതാണ് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. 3 പ്രാവശ്യം ശാന്തിയെ പഠിക്കുന്നു. നമ്മൾ ഉപനിഷത്ത് പഠിക്കാനാണ് ആരംഭിക്കുന്നത്. പറയാം എന്ന ഒരു പ്രതിജ്ഞയും കേൾക്കാം എന്ന ഒരു പ്രതിജ്ഞയുമാണ് ഇവിടെ ചേരുന്നത്. വക്താവും ശ്രോതാവും തമ്മിലൊരു കരാറിൽ ഒപ്പിടുകയാണ്. ഞാൻ പറയാം എന്നും ഞാൻ കേൾക്കാം എന്നും. ഇത് രണ്ടും നിർവിഘ്നം പരിസമാപിക്കണം. വിഘ്നം വന്നുകൂടാ. വിഘ്നം വരാൻ ഒരു സെക്കൻഡ് വേണ്ട. തലവേദന, മൂക്കുവേദന, ചെവിവേദന, പല്ലുവേദന, കാലുവേദന, എന്തും വരാം. കാറ്റ് പോണത് മാത്രമല്ല, കാറ്റ് മര്യാദയ്ക്ക് ഇരുന്നാലും അല്ലാതിരുന്നാലും പ്രശ്നം തന്നെയാണ്. ഒരു പനി വന്നാൽ മതി, ഒരു തലവേദന വന്നാൽ മതി, ഇല്ലേ? അതെ. ഓരോന്നും ആലോചിച്ച് നോക്കിയാൽ ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. അതിനേക്കാൾ കേമാ പല്ലുവേദന, അതിനേക്കാൾ കേമാ ചെവിവേദന, ഒക്കെ പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരണ്ട, വീട്ടുകാരനോ വീട്ടുകാരിക്കോ വന്നാൽ മതി. നിനക്ക് നീ എന്തായാലും ഇവിടെ കിടക്കല്ലേ, ഞാൻ പോയി ഉപനിഷത്ത് കേൾക്കട്ടെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരില്ല, അല്ലേ? അതെ. ഞാൻ അവിടെ വയ്യാണ്ട് കിടക്കുമ്പോൾ അവളുടെ ഒരു ഉപനിഷത്തെ ആകെ പ്രശ്നമാവും. അപ്പോൾ വിഘ്നങ്ങൾ പലതരം വരാം. ഒരു പട്ടി കടിച്ചാൽ മതി, ആധ്യാത്മികമായിട്ട്, ആദിഭൗതികമായിട്ട്, ആദിദൈവികമായിട്ടൊക്കെ വിഘ്നങ്ങൾ വരാം. ഒരു വിഘ്നവും വരരുത്, യാതൊരു തരത്തിൽപ്പെട്ട തടസ്സവും വരരുത്. നിർവിഘ്നം ഈ പഠനം പൂർത്തിയാവണം. അതിന് ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ വിഘ്നങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, ക്ലേശങ്ങൾക്ക്, തടസ്സങ്ങൾക്കൊക്കെ ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ശാന്തി ശാന്തി ശാന്തി. ഇനി പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും 3ആയി തിരിക്കാം. ആധ്യാത്മികം താൻ കാരണം തന്നിലുണ്ടാകുന്നത്, ആദിഭൗതികം മറ്റ് ഭൂതങ്ങൾ കാരണമായിട്ടുണ്ടാകുന്നത്,
ആധിദൈവികം ദൈവഗത്യ വന്നു ചേരുന്നത്. ഇങ്ങനെ ആ മൂന്നിൽ നിന്നും മോചനം ശാന്തി പ്രാർത്ഥിക്കുകയാണ് 3 പ്രാവശ്യം ശാന്തി പറയുന്നതിലൂടെ. അങ്ങനെയാണ് നമ്മൾ ഉപനിഷത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പല ഉപനിഷത്തുക്കളുടെയും ഭാഷ്യം പല പ്രകാരമാണ് ആരംഭിച്ചത്. ഉദാഹരണത്തിന് ഈശാവാസ്യോപനിഷത്തിൻ്റെ ഭാഷ്യം നേരെ അങ്ങോട്ട് തുടങ്ങിയതാണ്. ഈശാവാസ്യമിത്യാദയ മന്ത്രാഹ കർമ്മസ്വ വിനിയുക്താഹ എന്നും പറഞ്ഞിട്ട്. അതുപോലെ കേനോപനിഷത്തിൻ്റെ നേരെ അങ്ങ് തുടങ്ങിയതാ. കേനേഷിതമിത്യാദ്യ ഉപനിഷത്ത്. എന്നാൽ കഠോപനിഷത്ത് അങ്ങനെയല്ല. കഠോപനിഷത്ത് ഒരു മംഗളാചരണം ചെയ്തിട്ടാണ് തുടങ്ങിയത്. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൂർത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച എന്ന് മംഗളാചരണം ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഓരോ രീതിയിൽ ഓരോ രീതി അവലംബിച്ച് വിസ്തരിച്ച് 3 ശ്ലോകങ്ങളെ കൊണ്ട് 2 ശ്ലോകങ്ങളെ കൊണ്ട് മംഗളാചരണം ചെയ്തിട്ടാണ് മാണ്ഡൂക്യ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. പ്രജ്ഞാനാം ശുപ്രധാനൈ സ്ഥിരചര നികരവ്യാപിഭിർവ്യാപ്യ ലോകാൻ എന്നിത്യാദി. ഇവിടെയാകട്ടെ ബൃഹദാരണ്യകത്തിൽ മംഗളാചരണം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ മംഗളാചരണം ലോകപ്രസിദ്ധമായ ഒരു മംഗളാചരണമായി മാറി. എന്താണത്? ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ നമോ ഗുരുഭ്യഃ. പ്രസിദ്ധമാണത്. പൊതുവെ ഏവരും ഗുരുവന്ദനം ചെയ്യുമ്പോൾ അനുസ്മരണത്തോടു കൂടി നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രമാണിത്. അതാണ് ബൃഹദാരണ്യകത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ചെയ്ത മംഗളാചരണം. നോക്കൂ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ നമോ ഗുരുഭ്യഃ. ഓം ഓംകാരത്തോടുകൂടി ആരംഭിച്ചു. വീണ്ടും അതിൻ്റെ അർത്ഥവിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഓം നമോ ഗുരുഭ്യഃ. ഓം നമോ ഗുരുഭ്യഃ. ഗുരുഭ്യഃ നമഃ. ഗുരുക്കന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ഗുരുഭ്യഃ എന്നുള്ളത് അനാദ്യ അനന്തമായ ഗുരുപരമ്പരയെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്ന വാക്യമാണ്. ബഹുവചന പ്രത്യയമാണ്. ഗുരുക്കന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ഗുരുനാഥന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. നമോ ഗുരുഭ്യഃ. ആദരാധിക്യം കൊണ്ടും ബഹുവചനാവാം. ബഹുത്വത്തിൽ മാത്രമല്ല ബഹുവചനം. ബഹുത്വത്തിലാണ് ബഹുവചനം എങ്കിലും ആദരാധിക്യം കൊണ്ടും ബഹുവചനാവാം. ബഹുമാനത്തിൻ്റെ ആധിക്യത്തിൽ ബഹുവചനാവാം. ഇല്ലേ? അങ്ങനെ നമ്മൾ പറയാറുണ്ട്. പൂജക ബഹുവചനം നാട്ടിലും പറയാറുണ്ട്. ഗ്രാമ്യമായിട്ടും പറയാറുണ്ട്. ഒരാളെ കൊണ്ട് അവർ എന്നൊക്കെ പറയാറില്ലേ? അവർ ഇല്ല.
നിങ്ങളെന്ന് പറയും, അവരെന്ന് പറയില്ല. അവരെന്ന് പറയും, ഒരാളെ കൊണ്ട് പറയും. അവരെന്ന് പറഞ്ഞാൽ ബഹുവചനല്ല, അവനല്ലേ ഏകവചനം. അവർ ബഹുവചനല്ലേ എന്ന് ചോദ്യമില്ല, അത് പൂജകമാണ്, ബഹുമാനപൂർവമാണ്. ഈ അവരിൽ വകാരത്തിൻ്റെ സ്ഥാനത്ത് ഉകാരം വന്ന് അതിന് ഗുണം വന്നാൽ ഓറെന്നും ആവും. ഒരാളെയാണ് പറഞ്ഞത് ഓറ്. വകാരത്തിന് ആദേശം വരെ ഉകാരമാണ് സംസ്കൃതത്തിൽ. അപ്പോൾ ആ പ്ലസ് വാ പ്ലസ് റ് എന്താവും? ആ പ്ലസ് ഉ പ്ലസ് ഇതാവും. സ്വാമി സംസ്കൃതമാണല്ലോ. അതെ, മലയാളം സംസ്കൃതമൊക്കെ ഒന്നാണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഓറായി. ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ പറയണത് ബഹുവചനാണ്. അങ്ങനെ ആദരത്തിലാവാം. എന്നാൽ അതുപോലെ തന്നെ സുഖാണെന്ത്? അനാദിയായ ഗുരു പരമ്പരയെ മുഴുവൻ കണ്ടിട്ട് നമോ ഗുരുഭ്യ, സമർപ്പണമാണ് നമസ്കാരം. വിനയഭാവമാണ്, പ്രഹ്വീഭാവം നമസ്കാരം. അങ്ങേയറ്റത്തെ വിനയാന്വിതമായ ഭാവവും സമർപ്പണമാണ് നമസ്കാരം. അപ്പോൾ നമഃ ഗുരുഭ്യ ബ്രഹ്മാദിഭ്യ. ഏത് ഗുരുക്കന്മാരെയാണ് നമസ്കരിക്കുന്നത്? ബ്രഹ്മാദിഭ്യ. വേദം ബ്രഹ്മാവിലൂടെ പ്രകടമായി എന്നാ. വേദം ആദ്യം ബ്രഹ്മാവിന് പ്രകടമായി എന്നാ. സബ്രഹ്മവിദ്യാം സർവവിദ്യാ പ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. ബ്രഹ്മാവ് ബ്രഹ്മവിദ്യയെ മൂത്തപുത്രനായ അഥർവന് ഉപദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുണ്ടകോപനിഷത്ത് ആരംഭിക്കുന്നത്. ബ്രഹ്മാവ് തുടങ്ങിയ ബ്രഹ്മാദിഭ്യ. ഓം നമോ ബ്രഹ്മാദിഭ്യ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്തൃഭ്യ. ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്താക്കന്മാർക്ക്, അല്ലെങ്കിൽ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്താക്കന്മാരായ ബ്രഹ്മാവ് തുടങ്ങിയ വംശഋഷിഭ്യ, വംശഋഷികൾക്കായിക്കൊണ്ട് നമഃ ഗുരുഭ്യ, ഗുരുക്കന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ബ്രഹ്മാവ് തുടങ്ങിയ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്താക്കന്മാർ, ബ്രഹ്മവിദ്യയുടെ സമ്പ്രദായം. ഇപ്പോൾ സദാശിവ സമാരംഭം എന്ന് പറഞ്ഞു വെച്ചോളൂ, അത് സമ്പ്രദായമല്ല. പിന്നെ സമ്പ്രദായം എവിടെയാണ് വരുന്നത്? അസ്മദാചാര്യ പര്യന്തം എന്ന് പറയുമ്പോഴാണ് സമ്പ്രദായമായത്. കാരണം തനിക്ക് കിട്ടിയത് താൻ കൊടുക്കണം, ഉറപ്പാ. കിട്ടിയത് കൊടുത്തില്ലെങ്കിൽ പെരുങ്കള്ളൻ. കിട്ടിയത് കൊടുത്തില്ലെങ്കിൽ പെരുങ്കള്ളൻ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളത് കൈമാറി പോകണം. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അത് അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകണം, നിർബന്ധമാണ്. അറിവുണ്ടോ അറിവ് കൊടുക്കണം, ധനമുണ്ടോ ധനം കൊടുക്കണം, എന്തുണ്ടോ അത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പെരുങ്കള്ളനായി പോകും. മനുഷ്യരുടെ കൂട്ടത്തെ കൂട്ടില്ല, അല്ലേ? എന്താ പണം എന്തിനുള്ളതാ? കൊടുക്കാനുള്ള. വിദ്യ എന്തിനുള്ള? കൊടുക്കാനുള്ള. എല്ലാം കൊടുക്കാനുള്ള, എല്ലാം കൊടുത്തോളണം. അതിനു മുമ്പ് അതിൻ്റെ പ്രയോജനം കൃതാർത്ഥത ഉണ്ടായോ? നല്ലത്. ഇല്ലേ? കുഴപ്പമില്ല, കൊടുത്തോളൂ. എനിക്ക് വിദ്യ കൊണ്ട് കൃതാർത്ഥത ഉണ്ടായിട്ടില്ല സ്വാമി, അത് ശരി, നീ കൊടുക്കാതിരിക്കരുത്. കൊടുക്കുമ്പോൾ തന്നെ പറയാം, എടോ എനിക്കിത് അനുഭവമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ എനിക്കിത് ഗുരുനാഥൻ പറഞ്ഞു തന്നതാണ്, കാറ്റ് പോണതിന് മുമ്പ് വേറൊരാൾക്ക് കൊടുക്കണം എന്ന് എനിക്കുണ്ട്, ഞാൻ എന്നാലേ ഇതിൽ നിന്ന് മുക്തനാവുള്ളൂ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. നൃത്തമാണോ നൃത്തം, സംഗീതമാണോ സംഗീതം, വാദ്യമാണോ വാദ്യം, ഏത് വിഷയമല്ല, എന്നതെന്നില്ല, എന്ത് വിഷയം.
ഏതറിവുണ്ടെങ്കിലും കൊടുക്കണം. സ്വാമി പറ്റിയ ഒരാളെ കിട്ടണില്ല കൊടുക്കാനോ, നീ വലിയ പറ്റിയ ആളായിട്ടാണല്ലോ എൻ്റെ ഗുരു നിനക്ക് തന്നെ. അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം. പലരും അങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്, പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ല സ്വാമി കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ അന്തരം വരും. പക്ഷെ അവൻ ചിലപ്പോൾ നമ്മളെയൊക്കെ നന്നാക്കി എടുക്കുമെന്ന് ആര് കണ്ടു? എല്ലാ വിത്തും ഇപ്പോൾ മുളച്ചോളണമെന്നൊന്നുമില്ല, പക്ഷെ ബദറിട്ടേക്കണം. അല്ലാണ്ട് എന്താ? മുളയ്ക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, എവിടെയെങ്കിലും ഇട്ടുന്നായില്ലേ. കൊടുക്കണം, കൊടുക്കാതെ വയ്യ, കൊടുക്കാതെ പോകരുത്. അപ്പം അങ്ങനെ കിട്ടിയൊരു കൊടുത്തപ്പോൾ ഗുരു, ശിഷ്യ, പ്രശിഷ്യ, തച്ഛിഷ്യ പരമ്പര ഉണ്ടായി, സമ്പ്രദായം. ഈ സമ്പ്രദായത്തെ ചെയ്തവർ ഋഷിമാരാ, അറിഞ്ഞവരറിയിച്ചത് കൊണ്ടാണ് സമ്പ്രദായം ഉണ്ടായത്. അതുകൊണ്ട് ശിഷ്യേഭ്യ സമ്പ്രദാനം, ശിഷ്യന്മാർക്കായിക്കൊണ്ട് സമ്പ്രദാനം ചെയ്യുന്നത് സമ്പ്രദായം. പരന്മാരിൽ നിന്ന് അവരന്മാരിലേക്ക് പരാവരാം ബ്രഹ്മവിദ്യാം. പരാവരയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയാറുണ്ട്. അത് പരന്മാരിലേക്ക് അവരന്മാരിൽ നിന്ന്. പരൻ പരമമായ തത്വവിജ്ഞാനത്തിൽ ഇരിക്കുന്നവൻ അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. അയാൾ പരനായി, അയാൾ അടുത്തയിലേക്ക് കൊടുത്തു, അയാൾ പരനായി, അടുത്തയിലേക്ക് കൊടുത്തു. അങ്ങനെ പോട്ടെ. ഇല്ലെങ്കിൽ പരനിൽ നിന്ന് മുതിർന്നവനിൽ നിന്ന് അപരനിലേക്ക്, അത്ര മുതിർന്നവനല്ലാത്തവനിലേക്ക് എത്തുന്നു. കാലം കൊണ്ട് അവൻ മുതിർന്നവനാവും. അപ്പോൾ അങ്ങനെ തുടരും. എല്ലാ കാലവും ഞാൻ തന്നെയെന്ന് വെച്ചിരിക്കണ്ട. അടുത്ത ആൾ പാകാവുമ്പോൾ താമെല്ലാം സീനൊന്നും മാറുക. അതങ്ങനെ തുടരുക, ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് സമ്പ്രദായം. ഇതെന്ന് തുടങ്ങി പറയാൻ വയ്യ. അതാണ് സദാശിവ സമാരംഭം അല്ലെങ്കിൽ നാരായണ സമാരംഭം എന്നൊക്കെ പറയണത്. ബ്രഹ്മവിദ്യ സമ്പ്രദായകർത്തൃഭ്യ. ബ്രഹ്മവിദ്യ, ബ്രഹ്മത്തെ ബോധിപ്പിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നത് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യയുടെ സമ്പ്രദായം, ശിഷ്യോപദേശ പാരമ്പര്യക്രമം, അതിൻ്റെ കർത്താക്കൾ ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്തൃഭ്യ വംശഋഷിഭ്യ. വംശസ്ഥാപകന്മാരായ ഋഷിമാർ, വ്യത്യസ്ത വംശങ്ങൾ ഋഷിമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്, ഇല്ലേ? അതെ, അങ്കിരസിൻ്റെയും ഭരദ്വാജൻ്റെയും, അങ്ങനെ കശ്യപൻ്റെയും, അങ്ങനെ അനേക ഗോത്രക്രമത്തിൽ പിരിഞ്ഞിട്ടാണ് നമ്മുടെ പരമ്പര നിലനിന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പിതൃ പരമ്പരയല്ലാതെ ഗുരുപരമ്പരയിലും ഇത് പറയാം. ഇത് വംശം പോലെയാ. വംശം എന്താ? വംശം മുളയാണ് വംശം. അതിൽ ഓരോരോ മുള വളരുന്ന ശ്രദ്ധിച്ചില്ലേ? ഓരോരോ കമ്പുകളായിട്ടാണ്. ഓരോ കമ്പാണ് ഒരു വംശം. അത് കഴിഞ്ഞ് അടുത്തേലേക്ക് വളരും. അങ്ങനെ കമ്പായിട്ട് അതങ്ങ് വളരും. പുതിയ കമ്പ് പൊട്ടി അതങ്ങനെ നീണ്ടു പോകും. ഫലിച്ചാലോ കഴിഞ്ഞു, ഉണങ്ങി. അതുകൊണ്ട് തീരുന്നില്ല, അതുകൊണ്ട് വേറെ പൊട്ടിയിട്ടുണ്ടാവും അപ്പുറത്ത്. ചിലർ പറയും, സ്വാമി മുള നല്ലോണം പൂത്ത് കഴിഞ്ഞാൽ പിന്നെ മുള ഉണ്ടാവില്ല. എടാ നീ ഭയപ്പെടേണ്ട, അപ്പുറത്ത് വേറെ ഉണ്ടായിട്ടുണ്ടാവും. ഇതങ്ങനെ തുടരും. അങ്ങനെ ഗുരു ശിഷ്യ പ്രശിഷ്യ തച്ഛിഷ്യ പരമ്പരയിലൂടെ വരുന്നതാണ് വിദ്യ. അങ്ങനെയാണ് വരേണ്ടത്. ഇതെല്ലാവരും ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഭാരതീയമായ വീക്ഷണപ്രകാരം എല്ലാ അറിവിൻ്റെ ശാഖകളും ഇപ്രകാരം പരമ്പരാക്രമത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു. ഈ പരമ്പരാപ്രാപ്തമായ അറിവിനെ രാജർഷിമാർക്ക് അറിയാമായിരുന്നു.
ഗീതയിൽ ഭഗവാൻ പറയുന്നു. അത് ശ്രദ്ധിക്കേണ്ടത്. വ്യക്തമാണല്ലോ. ആ വംശഋഷിഭ്യ, വംശകാരകന്മാരായ ഋഷിമാർ. ഋഷി എന്ന് പറഞ്ഞാൽ സത്യദ്രഷ്ടാക്കൾ, സത്യത്തെ ദർശിച്ചവരാണ്, മന്ത്രത്തെ ദർശിച്ചവരാണ് ഋഷിമാർ. ആ സത്യത്തെ വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ ബോധിപ്പിച്ചവരെയും നമ്മൾ ഋഷി എന്ന് പറയും. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ പറയും, അതിന് വിരോധമില്ല. മന്ത്രദ്രഷ്ടാക്കളാണ് ശരിക്കും ഋഷിമാർ. പക്ഷെ മന്ത്രദ്രഷ്ടാക്കളെ മാത്രമല്ല നമ്മൾ ഋഷി എന്ന് പറയുക, ആ മന്ത്രാർത്ഥത്തെ സമൂഹത്തിൽ ബോധിപ്പിച്ചവരെയും നമ്മൾ ഋഷി എന്ന് പറയാറുണ്ട്. വലിയ വിദ്വാൻമാരായിരിക്കും, അല്ലേ? ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ രമണ മഹർഷി എന്നൊക്കെ പറഞ്ഞാൽ ആരും എതിർക്കാറില്ല പൊതുവെ. മഹർഷി ഏത് മന്ത്ര കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മഹർഷി അരബിന്ദോ എന്നൊക്കെ സമീപകാലത്ത് പറയും, അല്ലെങ്കിൽ മഹർഷി ദയാനന്ദ സരസ്വതി എന്നൊക്കെ പറയാറുണ്ട്. അവർക്ക് എന്താ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ വേദത്തെ വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ വേദത്തിൻ്റെ സൂക്ഷ്മാർത്ഥത്തെ ബോധിപ്പിച്ചു. അവിടെ നമ്മളെല്ലാവരും അംഗീകരിക്കും. ആത്മസാക്ഷാത്കാരം നേടിയവരായിരിക്കണം എന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാരണം വ്യത്യസ്തങ്ങളായ വിദ്യകളുണ്ട്. ആത്മാവിനെ സംബന്ധിക്കുന്ന വിദ്യ മാത്രമല്ലല്ലോ വേദം. ധനതത്വശാസ്ത്രവും വേദം തന്നെ, ആയുർവേദവും വേദം തന്നെയാണ്. ആയുർവേദത്തിലെ വൈദ്യന്മാരൊക്കെ ആത്മതത്വ സാക്ഷാത്കാരം നേടിയവരായിരിക്കണം എന്നൊരു നിയമവും ഇല്ല. ആയോധന കലകളുണ്ട്, അതും ഗുരുവിൻ്റെ അടുത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. എല്ലാം അർത്ഥശാസ്ത്രമുണ്ട്, നൃത്തശാസ്ത്രമുണ്ട്, സംഗീതശാസ്ത്രമുണ്ട്. അതൊക്കെ ഗുരു പരമ്പര പ്രവർത്തിപ്പിക്കേണ്ടതാണ്. അതിൻ്റെ ആത്മാവിനെ അറിയണം, അല്ലേ? എല്ലാ വിദ്യയ്ക്കും ഒരു ആത്മാവുണ്ടാവുമല്ലോ. ഈ പണ്ഡിതൻ എന്നുള്ളതിന് ആത്മജ്ഞാനി എന്നാണ് പ്രസിദ്ധാർത്ഥം. പണ്ഡശബ്ദത്തിന് ആത്മബോധം എന്നർത്ഥം. അപ്പോൾ പണ്ഡിത എന്ന് പറഞ്ഞാൽ ആത്മബോധമുള്ളവനാണ് പണ്ഡിതൻ. അപ്പോൾ വാൽമീകി പോലും പ്രയോഗിച്ചിട്ടുണ്ട് രാമോ രണപണ്ഡിത. രാമൻ രണപണ്ഡിതനാണ്, യുദ്ധപണ്ഡിതനാണ്. അവിടെ എന്താ പാണ്ഡിത്യം? യുദ്ധത്തിൻ്റെ ആത്മാവിനെ അറിഞ്ഞിരിക്കണം, അതാണ് അതിൻ്റെ മർമ്മം. അത് മതി. വംശഋഷിഭ്യ. നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശം. പണ്ടുകാലത്ത് വലിയ മഹാക്ഷേത്രങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, വളരെ കേമായിട്ട് ആചരിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഈ ചുമപ്പിൻ്റെ അതിപ്രസരം കൊണ്ട് ആളില്ലാണ്ടായി, ക്ഷേത്രങ്ങളിലൊന്നും പൊതുവെ ആരും ഇല്ലാത്തൊരവസ്ഥയായി. ചില സ്ഥലത്തൊക്കെ സ്വത്ത് ഈ അടിയന്തരമൊക്കെ തുടർന്ന് പോന്നിട്ടുണ്ട്. അപ്പം നമ്മളീ പറയുന്ന ക്ഷേത്രത്തിൽ തൃക്കരിപ്പൂർ അടുത്ത് എവിടെയാണ്, കരുവള്ളൂർ ആ ഭാഗത്ത് എവിടെയാണ് അടിയന്തരം നടക്കണ ക്ഷേത്ര സ്ഥിരമായിട്ട്. അപ്പോൾ ഉച്ചസമയത്ത് ഉച്ചപൂജയാണ്, ഒരു 10-10:15 മണിയാകുമ്പോൾ ഉച്ചപൂജ സമയത്ത് ഒരാൾ ഈ പൂജയ്ക്ക് ഉള്ളതായ കൊട്ട് ആണ് വാദ്യം. നോക്കിയപ്പോൾ ആരുമില്ല. അമ്പലത്തിൽ ആരാളുണ്ട്? ആരെ കപ്പിക്കാനാ കൂടുന്നത്? ഭഗവാനൊന്നുമില്ല. എന്ത് ഭഗവാനാണ്? ആകെ കൂടെ ഉള്ളത് പൂജകനാ. അയാൾക്ക് വലിയ കുഴപ്പമൊന്നും വിവരമില്ല. പിന്നെന്താ? പിന്നെ ഞാനാ കൊട്ടുന്ന ആള്, എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയോ കൊട്ടുകയാണ്, ഇത്രയേ ഉള്ളൂ. അയാൾക്ക് അടിയന്തരം നിർവഹിക്കണം, നല്ല ശമ്പളം കിട്ടുള്ളൂ, വേറെന്താ. ഈ സമയത്ത് വളരെ വൃദ്ധനായൊരു വഴിപോക്കൻ, അത് സാധുവാണ്, അവിടെ വന്നു. അമ്പലത്തിൻ്റെ കുറച്ച് ദൂരെ ഒരു മരത്തിൻ്റെ തണലിൽ അവിടെ ഇരുന്നു. ഒരു ഭിക്ഷുവാണ്.
അത് ഈ കൊട്ടൊക്കെ കേട്ടു. കഴിഞ്ഞ് മറ്റേ ആൾ ഇറങ്ങിപ്പോകുമ്പോൾ കൂപ്പ് കൈയോടുകൂടി ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നിങ്ങൾ എന്താ കൊട്ടിയെന്ന് ചോദിച്ചില്ല, കൊട്ടിയെ ശരിയാണോ എന്ന് ചോദിച്ചില്ല, കൊട്ടിയെ തെറ്റല്ലേ എന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഒറ്റ ചോദ്യം, ആരാ ഗുരു? ഇതൊന്നും ചോദിച്ചില്ല. ഒറ്റ ചോദ്യമാണ്, ആരാ ഗുരു? പക്ഷെ ആ ചോദ്യത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ പരനിയൊന്നും ഉള്ളടക്കാനില്ല. ആരാ ഗുരു? എന്തൊരു ചോദ്യം നടക്കും, വലിയ ചോദ്യ. കാരണം നിനക്ക് ഗുരു ഈ കോല് തരണമെങ്കിൽ ഗുരുവിന് ഉറപ്പ് വേണം, യവൻ ഈ വിദ്യ വേണ്ടതുപോലെ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ പറയാറുണ്ട്, ഗുരുവെ പറയിപ്പിക്കുക പറയാറുണ്ട് അല്ലേ? ഗുരു രണ്ട് രീതിയിലും പറയിപ്പിക്കാം. വരിക ഏതെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ആവും, അങ്ങനെയൊക്കെ ആവും. ശരിയാണ്. വംശഋഷിഭ്യ ഗുരു ശിഷ്യ പ്രശിഷ്യ തച്ചിഷ്യ പാരമ്പര്യക്രമത്തിൽ വിദ്യ തുടരുമ്പോൾ ആ വംശത്തിനെ സ്ഥാപിച്ചവരായ ഋഷിമാരാണ് വംശഋഷിമാർ. അപ്പം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ നമോ ഗുരുഭ്യഃ. ഗുരുക്കന്മാർക്കായിക്കൊണ്ട്, ഗുരുപരമ്പരയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഉഷാവ അശ്വസ്യ ഇത്യേവമാദ്യ വാജസനൈ ബ്രാഹ്മണോപനിഷത് തസ്യാഹ ഇയം അല്പഗ്രന്ഥ വൃത്തിഃ ആരഭ്യതേ. ഉഷാവ അശ്വസ്യ ഇത്യേവമാദ്യ വാജസനൈ ബ്രാഹ്മണോപനിഷത് തസ്യാഹ ഇയം അല്പഗ്രന്ഥാ വൃത്തിഃ ആരഭ്യതേ. സംസാരവ്യാവിവൃത്സുഭ്യഃ സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാ പ്രതിപത്തയേ. ഒറ്റ വാക്കാ, മുറിക്കാൻ പറ്റില്ല. സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാ പ്രതിപത്തയേ. ഒറ്റ വാക്ക്. പുസ്തകമുള്ളവർക്ക് പറ്റും, അല്ലാത്തവർക്ക് പറ്റില്ല. എന്നാൽ മുറിച്ച് വായിച്ചൂടെ എന്ന് വെച്ചാൽ എന്താ ഇത്? എന്താണ്? ഭാഷയില്ലാത്ത നോക്കിയാൽ എങ്ങനെയാ ഭാഷ കിട്ടുക? ഉഷാവാശ്വസ്യ ഇത്യേവമാദ്യം. ഉഷാവാശ്വസ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൃഹദാരണ്യകോപനിഷത്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് ആ തുടക്കത്തിലുള്ള വാക്യത്തെ എടുത്തുദ്ധരിച്ചിട്ട് പറയുകയാണ് ഉഷാവാശ്വസ്യ ഇത്യേവമാദ്യം. ഉഷാവാശ്വസ്യ എന്ന് തുടങ്ങുന്നത് വാജസനൈ ബ്രാഹ്മണോപനിഷത്ത്. വാജസനൈ ബ്രാഹ്മണോപനിഷത്താണ്. വാജസനൈ ശാഖയിലെ ബ്രാഹ്മണത്തിലെ ഉപനിഷത്താണ്. വാജസനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്ലയജുർവേദം. ശുക്ലയജുർവേദം. യജുർവേദം രണ്ട്, കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. രണ്ട് വിഭാഗത്തിലാണ്. അതുപോലെ വേറൊന്നുമില്ല. ഋക്കൊന്നേ ഉള്ളൂ. പല ശാഖകളുണ്ടെങ്കിലും
സാമം ഒന്നേ ഉള്ളൂ, പല ശാഖകളും ഉണ്ടെങ്കിലും. അഥർവം ഒന്നേ ഉള്ളൂ, പല ശാഖകളും ഉണ്ടെങ്കിലും. എന്നാൽ യജുസ് 2 വിഭാഗത്തിലാണ്, കൃഷ്ണ യജുസ്സും ശുക്ല യജുസ്സും. രണ്ടും ശ്രേഷ്ഠം തന്നെയാണ്. അതിൽ ആകാരത്തിൽ ചെറുത് ശുക്ല യജുർവേദ സംഹിതയാണ്. കൃഷ്ണ യജുർവേദ സംഹിത പ്രായണ ബൃഹത്താണ്. അവിടെ വിഷ്ണു പുരാണത്തിലൊരു കഥയുണ്ട്. കഥ മാത്രമാണ്. കഥയിൽ ചോദ്യമില്ല, കഥ തള്ളുകയും വേണ്ട, കഥ കൊള്ളുകയും വേണ്ട. കഥ ബോധിപ്പിക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. വേദത്തെ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി 4 വിഭാഗങ്ങളിലാക്കി അവയെ പ്രത്യേകം പഠിപ്പിക്കുന്ന സമ്പ്രദായം വ്യാസൻ ആവിഷ്കരിച്ചപ്പോൾ പൈലൻ ഋക്കിൻ്റെയും വൈശമ്പായൻ യജുസിൻ്റെയും ജൈമിനി സാമത്തിൻ്റെയും സുമന്തു അഥർവത്തിൻ്റെയും രോമഹർഷണൻ ഇതിഹാസ പുരാണങ്ങളുടെയും ആചാര്യനായി തീർന്നു. ആ കാലത്ത് വിദ്വൽ സഭകൾ കൂടും ഇടയ്ക്കിടെ. വിദ്വൽ സഭകളിലുള്ള ചർച്ചയ്ക്കനുസരിച്ചാണ് ശാസ്ത്രത്തിൻ്റെ നവീകരണം സാധിച്ചത്. ആ നവീകരണം സാധിച്ചത് കൊണ്ടാണ് സനാതനധർമ്മം നിലനിന്നത്. കാരണം നവീകരിച്ചില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല. ദേശകാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തണം. ദേശകാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താതെ എല്ലാം എല്ലാ കാലവും എന്ന് വിചാരിച്ചിരുന്നാൽ ധർമ്മവ്യവസ്ഥ നിലനിൽക്കില്ല. കാരണം കാലത്തിനനുസരിച്ച് മാറാത്ത ഒന്നും നിലനിൽക്കില്ല. അതിന് വിദ്വൽ സഭകൾ അനിവാര്യമാണ്. അപ്പോൾ വിദ്വൽ സഭകളിൽ ഇന്ന് വിദ്വൽ സഭ ഉണ്ട്. പങ്കെടുത്താൽ എന്താണെന്ന് ചോദിച്ചാൽ പങ്കെടുത്താൽ വല്ല ദക്ഷിണയൊക്കെ കിട്ടിയെന്ന് വരും. പങ്കെടുത്തില്ലെങ്കിലോ പങ്കെടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. അങ്ങനെയല്ലേ അല്ലേ? അല്ല എന്തെങ്കിലുമൊക്കെ ചില കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയാൽ നല്ലത്, പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് വിദ്വാൻമാർ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടണം, എന്നാലേ അറിവ് ഇങ്ങനെ അഭിനവമായിരിക്കും. സന്ദർഭവശാൽ അവർ ഒരു വിദ്വൽ സഭ മേരുപർവ്വതത്തിൻ്റെ പാർശ്വത്തിൽ തീരുമാനിച്ചു അത്രേ. പങ്കെടുക്കാത്തവർക്ക് ശിക്ഷ തീരുമാനിച്ചു അത്രേ. ബ്രഹ്മഹത്യാദോഷമാണ് വരിക പങ്കെടുത്തിട്ടില്ല വെച്ചാൽ. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, വൈശമ്പായനം പങ്കെടുത്തില്ല. വൈശമ്പായന് ബ്രഹ്മഹത്യാദോഷം വന്നു. ആള് വൈശമ്പായനൊക്കെയാണ്, പക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടപ്പിലാവും. ബ്രഹ്മഹത്യാദോഷം വന്നു. എങ്ങനെ വന്നു എന്നറിയില്ല. ഏതായാലും പത്നിയെയും കുഞ്ഞിനെയും ചവിട്ടിക്കൊല്ലാനിടയായി എന്നാണ് പറയണത്. എങ്ങനെയാണെന്നൊന്നും ചോദിച്ചേക്കരുത്. ചിലപ്പോൾ ഇരുട്ട് മുറിയിലൊക്കെ കിടന്നുണ്ടാവും അല്ലേ, നടന്നു പോകുമ്പോൾ തടഞ്ഞിട്ടുണ്ടാവും, മറ്റേ ആളെ നെഞ്ചു കൂടെ വീണിട്ടുണ്ടാവും. ഇതൊക്കെ ആവാലോ, ഒന്നും പറയാൻ വയ്യ. എങ്ങനെയായാലും പത്നിയും കുഞ്ഞും കാറ്റുപോയി. നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. ബ്രഹ്മഹത്യാദോഷം വന്നു. അപ്പോൾ ഗുരുനാഥന് ബ്രഹ്മഹത്യാദോഷം വന്നാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാർ പരിശ്രമിക്കണം. അച്ഛനും അമ്മയ്ക്കും ഒരു കഷ്ടപ്പാട് വന്നാൽ മക്കൾ അതിൽ നിന്ന് അവർ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടി, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ആലോചിച്ച് എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും വ്രതം പാലിക്കാം, ഉപവാസം എടുക്കാം, അതെടുക്കാം എന്നൊക്കെ അവർ തീരുമാനിച്ചു നല്ല ബുദ്ധിയോടുകൂടി. അപ്പോഴാണ് യാജ്ഞവൽക്യൻ പറയണത്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്നും ഒരു തേജസ്സും ഇല്ല, നിങ്ങൾ ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അധികം പ്രശ്നമാവും, ഞാൻ മാത്രം മതി ഗുരുനാഥനെ രക്ഷിക്കാൻ. നല്ല ബുദ്ധിയാണ്, ദോഷമൊന്നുമില്ല, പക്ഷെ അത് മറ്റുള്ളവർക്ക് അവമാനമായിട്ട് തീർന്നു. ഇത്ര അഹങ്കാരിയായ ശിഷ്യൻ എനിക്ക് ആവശ്യമില്ല, കടന്ന് പുറത്തു പോവാം. ശിഷ്യൻ മോശക്കാരനല്ല. ശിഷ്യൻ പറഞ്ഞു, ഇത്ര മുൻചുണ്ടിക്കാരനായിട്ടുള്ള ഗുരുവിനെ എനിക്കും ആവശ്യമില്ല. പോരെ, കച്ചവടം തീർന്നല്ലോ.
പ്രസവം കഴിഞ്ഞു. അങ്ങനെ പോകാൻ നോക്കില്ല. അങ്ങനെ ഉണ്ട് പോവുക. അതെങ്ങനെയാണ് ശരിയാവുക? എൻ്റെ അടുത്ത് പഠിച്ച വിദ്യ മുഴുവൻ ഛർദ്ദിച്ചിട്ട് പോയാൽ മതി. എൻ്റെ അടുത്ത് നീ എന്തൊക്കെ പഠിച്ചിട്ടാ മുഴുവൻ ഛർദ്ദിച്ചിട്ട് പോയാൽ മതി. എന്നാ പിടിച്ചോ, ഛർദിയ. രണ്ടാക്കും നല്ല വാശിയാ. എന്നാ പിടിച്ചോ, ഛർദ്ദിച്ചു പോയി. തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഗുരുവെയോ ഗുരുകുലത്തെയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ പോയി സൂര്യന് തപസ് ചെയ്തു. അതികഠിനമായ തപസ്സായപ്പോൾ സൂര്യൻ പ്രത്യക്ഷനായി. എന്താ വേണ്ടോ? എനിക്ക് യജുർവേദം ഉപദേശിക്കണം. നോക്കണേ മര്യാദ. 4 വേദം ഉപദേശിക്കണമെന്ന് പറയായിരുന്നോ? 4 വേദം ഉപദേശിക്കാനുള്ള കഴിവ് സൂര്യനുണ്ട്. ചതുർവേദവിത്ത സൂര്യൻ. പക്ഷെ താൻ പഠിച്ച സമ്പ്രദായത്തിൽ വന്നത് യജുസ് ആയതുകൊണ്ട് യജുർവേദം ഉപദേശിക്കണേ എന്ന് പറഞ്ഞു. അത് വലിയൊരു മാന്യതയാണ്. അവിടെ സൂര്യൻ എന്നാ ശരി പറഞ്ഞ ഒരു കുതിരയുടെ രൂപമെടുത്ത്, വെളുത്ത കുതിരയുടെ രൂപമെടുത്ത് യജുർവേദം ഉപദേശിച്ചു. അതാണ് വാജസനൈ. വാജത്തിൻ്റെ കുതിരയുടെ രൂപത്തിൽ പകർന്നു നൽകിയതായതുകൊണ്ട് വാജസനൈ സംഹിത. ശുക്ല യജുർവേദത്തിന് അങ്ങനെ ഒരു പേരുണ്ട്. അതവിടെ. അപ്പോൾ യാജ്ഞവൽക്യനിലൂടെ ആവിഷ്കരിക്കപ്പെട്ടതാണിത്. ഇനി മറുഭാഗത്തേക്ക് വരാം. മറുഭാഗത്ത് വന്നപ്പോൾ ഇയാൾ എത്രയാ ഛർദ്ദിച്ചത്, ഇത്രയ്ക്കൊക്കെ ഉണ്ടെന്ന് ആരും മനസ്സാ വിചാരിച്ചിട്ടില്ല. അത്ര അത്ഭുതമായി എല്ലാവർക്കും. അപ്പോൾ മറ്റ് ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു? അവർ പക്ഷികളുടെ രൂപം മാറിയിട്ട് ഇത് കൊത്തി തിന്നു. ഒക്കെ ഈ ഛർദി. മനുഷ്യരൂപത്തിൽ ഛർദി കഴിക്കാൻ വയ്യല്ലോ. പക്ഷികളായിട്ട്, തിത്തിരി പക്ഷികളായിട്ട് അവർ അതെല്ലാം കൊത്തി തിന്നു. അങ്ങനെ അവർ കൊത്തി തിന്നതാണ് തൈത്തിരീയ സംഹിത. ഇതൊക്കെ മഹാബുദ്ധിത്താണ് സ്വാമി. പക്ഷികളായിട്ട് കൊത്തി തിന്ന അറിവ് ഛർദ്ദിക്കുക, അതൊക്കെ എന്ത് വിഡ്ഢിത്താണ്. വിവരമില്ലായ്മ പറയുകയാണ്. എടാ, ഇതൊരു രൂപകമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം നിനക്ക് വേണം. ഇത് വിവരമില്ലായ്മയല്ല, ഇതൊരു രൂപകമാണ്. എന്താ രൂപകത്തിൻ്റെ അർത്ഥം? നമ്മൾ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇത് ഞാൻ ഉപേക്ഷിച്ചു, ഇനി മേലിൽ ഞാൻ ഇത് ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഛർദ്ദിച്ച് നമ്മൾ തിരിച്ചെടുക്കാറില്ല, ഉണ്ടോ? അതില്ലല്ലോ. പട്ടിയുണ്ട്, പൂച്ചുണ്ടോ അറിയില്ല. പട്ടി ഛർദ്ദിച്ച് തിരിച്ച് കഴിക്കും. നല്ലോണം ഛർദ്ദിക്കും, കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് അത് അങ്ങനെ കഴിക്കുകയും ചെയ്യും. മാന്താശി എന്നതുകൊണ്ട് പട്ടിക്ക് പേരുണ്ട്. വമിച്ചതിനെ അശനം ചെയ്യുന്നവൻ എന്ന് പേരുണ്ട്. നമ്മൾ മനുഷ്യന്മാർ ചെയ്യാറില്ല. അതുകൊണ്ട് യാജ്ഞവൽക്യന് മേലിൽ ഞാൻ ഉപയോഗിക്കില്ല എന്നും പറഞ്ഞതൊക്കെ ഏറ്റു ചൊല്ലി പോയി. അപ്പം മറ്റ് ശിഷ്യന്മാരെ സംബന്ധിച്ച് എന്തുണ്ടായി? അവർ ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് മുമ്പ് കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാനിടയായില്ലേ? അപ്പോൾ അവർക്ക് വീണ്ടും അത് പഠിച്ചതിന് തുല്യമായില്ലേ? അതാണ് ഈ കൊത്തി തിന്നു എന്ന് പറഞ്ഞത്. കാരണം ഇന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നു, നോട്ട് ബുക്കിൽ കുറിച്ചെടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ചിലർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ചില ഗാഡ്ജറ്റുകളിൽ. മുമ്പ് അതൊന്നുമില്ല. ബുദ്ധിയിൽ മാത്രമാണ്, ഏകാഗ്ര ബുദ്ധിയോടുകൂടി കേട്ട് ഗുരുനാഥൻ പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക ചെയ്യുക. എന്നിട്ട് ഏറ്റു ചൊല്ലണം. ഏറ്റു ചൊല്ലി ശരിയാന്ന് വന്നാൽ ഗുരു അടുത്ത പാഠത്തിലേക്ക് കടക്കും. അങ്ങനെയാണ് പഠന രീതി. അപ്പം അങ്ങനെ ഗുരുവിൽ നിന്ന് കേട്ടത് ഒരിക്കൽ കൂടി വള്ളിപുള്ളി മാറാതെ കേൾക്കാനിടയായപ്പോൾ മറ്റ് ശിഷ്യന്മാർക്കൊക്കെ അത് വലിയ ഗുണമായി. അതാണ് ഈ കൊത്തി തിന്നു പറഞ്ഞത്. അതാണ് തൈത്തിരീയ. തിത്തിരി പക്ഷികളായി കൊത്തി തിന്നത്. അതിന് കൃഷ്ണ യജുർവേദം എന്ന പേര്, പുതിയതിന് ശുക്ല യജുർവേദം എന്നും പേര്. ഇതൊരു കഥയാണ്. തള്ളുക കൊള്ളുക ഒക്കെ ചെയ്തോളൂ. ഇത് വിഷ്ണു പുരാണത്തിലുള്ളതാണ്. ഏതായാലും വാജസനേയി പ്രസിദ്ധമാണ്. അപ്പോൾ വാജസനേയി ബ്രാഹ്മണോപനിഷത്ത്, വാജസനേയിലെ ബ്രാഹ്മണത്തിലെ ഉപനിഷത്താണ്. എന്തൊരു കഷ്ടം അത്. നമ്മളിപ്പോൾ എന്താ പഠിക്കാൻ തുടങ്ങിയത്? ബൃഹദാരണ്യക ഉപനിഷത്ത്.
അപ്പം പിന്നെ ഇത് ഉപനിഷത്താന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഉപനിഷത്താന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മളിത് പഠിക്കാൻ തുടങ്ങണത്. അപ്പോഴാണ് പറഞ്ഞത് ഇത് ഉപനിഷത്താണെന്ന്. ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഉപനിഷത്തെന്ന് പണ്ട് തുടങ്ങിയതെന്നുള്ളത് ശരിയാണ്. ഈ ഗ്രന്ഥം വരുന്നത് ശതപഥ ബ്രാഹ്മണത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ 3-ാം അധ്യായമാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ഇതാ അവിടെ കഴിഞ്ഞു, ഇനി ഉപനിഷത്ത് തുടങ്ങാമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മന്ത്രങ്ങൾ ഇങ്ങനെ തുടരുക. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് ഉഷാവാശ്വസ്യ എന്ന് തുടങ്ങുന്നത് മുതൽക്ക് ബ്രാഹ്മണമല്ല. പിന്നെന്താണ്? ബ്രാഹ്മണോപനിഷത്ത്, ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായ, ശതപഥ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായ ഉപനിഷത്താണ് എന്ന് വ്യക്തമാണല്ലോ. തസ്യാഹ, അവളുടെ ഉപനിഷത്തിൻ്റെ സ്ത്രീലിംഗമാണ് ഉപനിഷത്ത് ശബ്ദം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉപനിഷത്ത് ശബ്ദം സ്ത്രീലിംഗമാണ്. എന്നിരിക്കെ ഇടക്കാലത്ത് സ്ത്രീകൾ ഉപനിഷത്ത് പഠിക്കാൻ പാടില്ല എന്നൊക്കെ ആഭാസം പറഞ്ഞിരുന്നു. അത്യബദ്ധം. ഉപനിഷത്ത് തന്നെ സ്ത്രീയാ, ഉപനിഷത്ത് തന്നെ സ്ത്രീയാണ്. എന്നിട്ട് സ്ത്രീക്ക് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കഷ്ടം നല്ലാണ്ട് എന്താ പറയുക? തസ്യാഹ, അവളുടെ, ഇയം, ഇത്, ഈ ഭാഷ്യം തുടങ്ങാൻ പോവാ. ഈ ഭാഷ്യം അല്പഗ്രന്ഥാവൃത്തി ആരഭ്യത, അല്പഗ്രന്ഥമായിരിക്കുന്ന അധിക വിസ്തരണമില്ലാത്ത വൃത്തി നമ്മളാൽ ആരംഭിക്കപ്പെടുന്നു. നമ്മളാൽ ആരംഭിക്കപ്പെടുന്നു. ഈ കർമ്മണി പ്രയോഗം മലയാളികൾ ഏറ്റവും അധികം തെറ്റിച്ച് പറയുന്നുണ്ട്. വലിയ സങ്കടമാണ്. അത് ശ്രദ്ധിച്ചില്ല? പല സ്ഥലത്തും സദസ്സുകളിൽ പോകുമ്പോൾ വലിയ വിഷമം വരും. ഇവരെന്തിനാ കർമ്മണി പ്രയോഗിക്കണത് എന്ന് തോന്നും. ഒക്കെ തെറ്റാണ്. സ്വാമി പ്രസംഗിക്കപ്പെടുന്നു, എന്താ അർത്ഥം? അയാൾ ഉദ്ദേശിച്ചത് സ്വാമി പ്രസംഗിക്കുന്നു എന്നാ, പക്ഷെ പറഞ്ഞത് സ്വാമി പ്രസംഗിക്കപ്പെടുന്നു എന്നാ. പ്രസംഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സ്വാമിയെക്കുറിച്ച് വേറെ ആരോ പ്രസംഗിക്കുന്നു എന്നാ അർത്ഥം. അനാവശ്യമായ അസ്ഥാനത്ത് കർമ്മണി പ്രയോഗിച്ച് തെറ്റിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണെന്നല്ല മലയാളിക്കൊരു പ്രത്യേക വാസനയാണ്. നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാരും കർമ്മണിയിലാ പറയുക. ഒക്കെ തെറ്റായിരിക്കും. ശ്രദ്ധിച്ചോളൂ. ഏതായാലും ഇവിടെ ആരംഭിക്കപ്പെടുന്നു. നമ്മളാൽ ആരംഭിക്കപ്പെടുന്നു. എന്തിനാ ഇങ്ങനെ നിങ്ങൾ ഈ ഇതിൻ്റെ അല്പഗ്രന്ഥാവൃത്തി എന്തിനാ എഴുതാൻ പോണത്? ഇത്ര പണിയുണ്ട് എഴുതണമെങ്കിൽ. ഓലയിൽ നാരായം കൊണ്ട് അല്ലെങ്കിൽ ഭൂർജപത്രത്തിൽ ചാറുകൾ ഉണ്ടാക്കിയിട്ടൊക്കെ എഴുതുക, കൊത്തിയിരുന്ന്. ഇത്ര പണിയുണ്ട്. എന്തിനാണ് എഴുതുന്നത്? ഭാഷ്യകാരൻ്റെ കാലത്തിലേക്ക് ഒന്ന് നോക്കൂ. ഒരു മിനിറ്റ് വിശ്രമിച്ചിട്ടുണ്ടാവുക? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടാവില്ല. കാരണം 8-ാം വയസ്സിൽ തുടങ്ങിയ ഭാഷ്യരചന 16-ാം വയസ്സിൽ പൂർത്തിയാകുമ്പോഴത്തേക്ക് 10 ഉപനിഷത്തുക്കൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം എഴുതി കഴിഞ്ഞു. 8 കൊല്ലം കൊണ്ട് ഇരുന്ന് ഭാഷ്യം ചെയ്യാൻ തന്നെ മതിയാ. കക്കൂസപ്പണ്ടേ, പല്ലേക്കണ്ടേ, കുളിക്കണ്ടേ, ചാപ്പാട് കഴിക്കണ്ടേ, ചാപ്പാട് പോയിട്ട് എവിടെന്നെങ്കിലൊക്കെ ഭിക്ഷ എടുക്കണ്ടേ? ധ്യാനമാണെന്ന് പറയണില്ല. ആകോട്ടെ, ധ്യാനമാണെന്നില്ല. ഉണ്ടോ? അതൊക്കെ പിന്നെയാണ് ഭാഷ്യം കഴിഞ്ഞിട്ട്. അയ്യേ, ആരെ കൊണ്ടാ പറയണത്? ശാസ്ത്ര സ്വരൂപനെ കൊണ്ടോ? അത് മോശമായിപ്പോയി. അത് വളരെ കഷ്ടമായിപ്പോയി. അത് പറഞ്ഞ മൂലഗ്രന്ഥം എടുക്കണം, വ്യാഖ്യാനം എഴുതണം. അത് തന്നെ, അത്രയേ ഉള്ളൂ. പഠിച്ചിട്ട് എഴുതിയതായിരുന്നെങ്കിൽ നമ്മളിത് മാനിക്കുമായിരുന്നോ? അത് കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ അധ്യാപനം. അപ്പോഴാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എത്രയാ.
അപ്പോഴും കൃപയോടുകൂടി നോക്കിയപ്പോൾ അതിലേക്ക് എത്താനും പ്രാകാല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ പിന്നെ സ്തോത്രഗ്രന്ഥങ്ങൾ, ഭാരതം മുഴുവൻ സഞ്ചാരം, മഠസ്ഥാപനം, ഇതരമത ഖണ്ഡനം, അദ്വൈത മണ്ഡനം, കലഹിച്ച് നിൽക്കുന്നവരൊക്കെ ഒത്തുചേർത്ത് കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. കൊല്ലാനുള്ള ദേശത്തിലാണ് നിൽക്കുക. ശൈവനും വൈഷ്ണവനും ശാക്തേയനും ഗാണപത്യം എല്ലാവരെയും ചേർത്ത് പിടിച്ച് നീ ഒന്നും തല്ലരുത്, ഇതൊക്കെ വൈദികമാണ്, 6 വൈദികമാണ്, എന്തിനാണ് നിങ്ങൾ കലഹിക്കണത് എന്ന് പറഞ്ഞ എന്തുമാത്രം ഊർജം ചെലവഴിച്ചിട്ടുണ്ടാവും. ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ടാവും എന്നാണ്. അതാണ് 32-ാം വയസ്സിൽ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഓവർ ചെയ്തു. 10 ജന്മത്തിൽ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേഹം ശിഥിലമായിട്ടുണ്ടാവും, വളരെ ശൈഥില്യം വന്നിട്ടുണ്ടാവും. നമ്മളിങ്ങനെ മനസ്സിൽ കാണുക ഇങ്ങനെ കേദാറിന് മുകളിലേക്ക് കയറിപ്പോണത്. ഒരു ചിത്രത്തിൽ ആവിഷ്കരിച്ചത് വളരെ മനോഹരമായി കണ്ടിട്ടുണ്ട്. ഈ ഭഗന്തരത്തു നിന്നുള്ള രക്തം സ്രവിച്ചുകൊണ്ടൊക്കെ ഉള്ള അവസ്ഥ. അത്രമാത്രം ദേഹപീഡ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആർക്ക് വേണ്ടിയിട്ട്? അതാണ് കൃപ എന്ന് പറഞ്ഞാൽ. ആ ജീവിതത്തിൽ ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ടാവുക? ഉണ്ടാവില്ല. ഇന്നിപ്പോൾ നമുക്ക് ബുക്കുണ്ട്, പെന്നുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഇതൊന്നും വേണ്ട, എഴുതുക പോലും വേണ്ട, പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് തരുന്ന സംവിധാനങ്ങളുണ്ട്. ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട്, സ്വിച്ച് ഇട്ടാൽ മതി, വെളിച്ചാവും. അന്ന് ആലോചിച്ച് നോക്കൂ. എണ്ണ കത്തിച്ച് വെക്കണം, ഒന്ന് കാറ്റടിച്ചാൽ എണ്ണ കെട്ടുപോകും വിളക്ക്. ചെറിയ കാറ്റത്ത് തന്നെ തിരി ഇളകുമ്പം എഴുതാൻ പറ്റില്ല. ഈ ഓലകളൊക്കെ ശരിയാക്കണം, നാരായണൻ ശരിയാക്കണം. ഈ ഒരു നിമിഷം വിശ്രമിച്ചിട്ടുണ്ടാവില്ല. അതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു ദുഃഖം എന്ന് പറയാൻ വയ്യ, എന്നാലും ഒരു ദുഃഖം തന്നെ ഉണ്ടാവും, ഇല്ലേ? ഇതാർക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തത്? എന്നിട്ട് കൃതജ്ഞന്മാരായ ഞങ്ങൾ ശങ്കരാചാര്യ ജനിച്ച കേരളത്തിലുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുക എന്നല്ലാതെ അവിടുത്തെ കൃതികൾ എത്ര പഠിക്കുന്നു? ശങ്കരൻ, ആയിക്കോട്ടെ, ശങ്കരനാണ്. അത് മരുമോൻ പറഞ്ഞ മട്ടില്ല. കിടക്കട്ടെ, അതിന് വിരോധമില്ല. എന്നാലും അങ്ങനെ പറഞ്ഞാലൊന്ന് വായിച്ചാൽ മതിയായിരുന്നു, ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ചിന്തിക്കുക. വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ശങ്കരഭാഷ്യം പഠിക്കുന്നുള്ളൂ, വളരെ കുറച്ച്. സങ്കടമാണ്. മൊത്തം ഭാരതത്തിലെടുത്താൽ വളരെ കുറച്ച് ആശ്രമങ്ങളിലേ പഠിക്കുന്നുള്ളൂ. ഇതൊക്കെ ഭാഗവതവും രാംചരിതമാനസവും ഒക്കെയാണ്. രാംചരിതമാനസം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഭാഗവതം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒക്കെ വേണം. പക്ഷെ അതിനൊക്കെ ധാരാളം പേരുണ്ടെന്നേ. ഈ ഭാഷ്യം പഠിക്കുക, പഠിപ്പിക്കുക, ഭാഷ്യം പഠിക്കുക, പഠിപ്പിക്കുക. ഇതിലൂടെ മാത്രമേ നമുക്ക് ആ കൃപ, അതിൻ്റെ പേരിൽ അനുഭവിച്ച ത്യാഗം, അതിനൊക്കെ ഒരു പ്രതിക്രിയ ഉള്ളൂ. ശരി, ഇരിക്കട്ടെ. അല്പഗ്രന്ഥാവൃത്തി ആരഭ്യതേ, അത് പറഞ്ഞപ്പോഴാണ് അതൊക്കെ പറഞ്ഞത്. അല്പഗ്രന്ഥമായിരിക്കുന്ന ഈ വ്യാഖ്യാനം ഇതാ ആരംഭിക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ എന്തിനത്ര കഷ്ടപ്പെട്ട് എഴുതുന്നത്? സംസാര വ്യാവിവൃത്സുഭ്യഃ സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാ പ്രതിപത്തയേ. സംസാര വ്യാവിവൃത്സുഭ്യഃ, സംസാരത്തിൽ നിന്ന് വ്യാവർത്തിക്കാൻ ഇച്ഛിക്കുന്നവർക്ക് വേണ്ടിയിട്ട്.
സംസാരത്തിൽ നിന്ന് വ്യാവർത്തിക്കാൻ ഇച്ഛിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, പിന്തിരിയാൻ ഇച്ഛിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഈ സംസാരത്തെ ജയിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇപ്പോൾ ആഗ്രഹം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഈ സംസാരത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിന് സംസാരഹേതു നിവൃത്തി സാധനം ഒന്നേ ഉള്ളൂ. എന്താണിത്? ബ്രഹ്മാത്മൈകത്വ വിദ്യയാണ്. ബ്രഹ്മം തന്നെയാണ് ആത്മാവെന്നുള്ള ഏകത്വജ്ഞാനമാണ് ഈ സംസാരമോചനത്തിനുള്ള ഏകോപായം. അപ്പം എല്ലാവർക്കും അത് കയറി ഉപദേശിക്കാനല്ല, അധികാരി ഭേദം അനുസരിച്ചാണ് ഉപദേശം. ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം അവർ തപ്പിപ്പിടിച്ച് കണ്ടെത്തി പഠിച്ചോളും. അവർക്ക് വേണ്ടിയിട്ട് സംസാരഹേതു ആയ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നതിന് സാധനമായിരിക്കുന്ന ബ്രഹ്മാത്മൈകത്വ വിദ്യാ പ്രതിപത്തി ഉണ്ടാവാൻ വേണ്ടി ഇതാ ഈ അല്പഗ്രന്ഥാവൃത്തി ആരഭ്യതേ മയാ, എന്നാൽ ആരംഭിക്കപ്പെടുന്നു എന്നാണ്. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം